ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്മീസ് ഹോം വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കുന്ന ക്യാപ്പിച്ചീനോ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത്ര ക്രീമി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടാറില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാപ്പിച്ചീനോ അവർ കോഫി മേക്കറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈ കോഫി മേക്കർ ഇല്ലാതെ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു കപ്പ് തിളപ്പിച്ച പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാൻ ബ്രൂ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണും എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മൾ കോഫി പൗഡർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം ചേർക്കാനായി. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തേക്കുന്നത്. അപ്പോൾ ഷുഗർ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഷുഗർ ചേർക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കുക. എന്നാലേ നമ്മുടെ കോഫി മിക്സ്ചർ നല്ല ക്രീമി ആയിട്ട് വരുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൊത്തം ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷമേ പിന്നെ ഒഴിച്ച് കൊടുക്കാവൂ. ആദ്യമേ മൊത്തം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രീമി ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ മിക്സാക്കി കൊടുക്കുന്ന നേരത്തെ ഇതൊരു ബ്ലാക്ക് കളറ് ആണ് കാണുന്നത്. ഇനി ഇത് മിക്സാക്കി വരുന്തോറും നമ്മുടെ ഈ ബ്ലാക്ക് കളർ മാറി ലൈറ്റായിട്ട് വരും. അതാണ് നമ്മുടെ കറക്റ്റ് കളറ് വരുന്നത്. ഒരു 1/4 ടീസ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒരേ ഡയറക്ഷനിൽ നമുക്കിത് കറക്കിയെടുക്കാം. ഇത് നമ്മുടെ മിക്സിംഗ് ആണ് ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. 1/4 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ പാടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് പ്രയാസമായിട്ട് നമുക്ക് തോന്നില്ല. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. മിക്സിങ്ങിലാണ് ഇത് ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഈ കളറ് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നതിലാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് ഒരിക്കലും കിട്ടില്ല. ഒരേ ഡയറക്ഷനിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കണ്ടോ, ഒരു ലൈറ്റ് കളറായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ കളറായിട്ട് നമുക്ക് കിട്ടിയത് മിക്സാക്കി വരുമ്പോൾ. അപ്പോൾ വെള്ളം ചേർത്തുകൊണ്ടിരിക്കണം. നമ്മൾ മിക്സാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്രീമിയായ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മിക്സ് കൊണ്ട് ഒരു 3 ഗ്ലാസ് ക്യാപ്പിച്ചീനോ തയ്യാറാക്കുന്നുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. തണുത്ത പാലല്ല, തിളപ്പിച്ച് ചൂടോടുകൂടി തന്നെ നമ്മൾ ചേർക്കണം. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്പീഡിലല്ല, ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീമിയായ ക്യാപ്പിച്ചീനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മിക്സ്ചറിലേക്ക് 2.5 ടീസ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 2.5 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം പാലും ചേർത്തിട്ട് ഈ മിക്സ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മിക്സ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് സിമീസ് ഹോം വേൾഡ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യണം. എന്നാലേ ഇത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.